നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. പട്ടാമ്പി പാലം വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. വാഹനങ്ങൾ കടത്തിവിടുന്നത് നിയന്ത്രണങ്ങളോടെ. പാലം തുറന്നുകൊടുക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര ശാക്തീകരണത്തിന് പ്രീ പ്രൈമറി മേഖലയിൽ കൂടുതൽ പരിഷ്കാരം ആവശ്യമാണെന്ന് സഹകരണ മന്ത്രി വി.എൻ. വാസവൻ. കുട്ടികളുടെ അടിസ്ഥാന വ്യക്തിത്വ രൂപീകരണ ഘട്ടമായ പ്രീ പ്രൈമറിക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തുല്യമായ പ്രാധാന്യം നൽകണം. പ്രീ പ്രൈമറി സ്റ്റാർട്സ് പദ്ധതിയിൽ വർണ്ണക്കൂടാരമൊരുക്കി വെണ്ണക്കര സർക്കാർ വിദ്യാലയം. പത്തിരിപ്പാല സ്കൂളിന് സമീപം അപകട ഭീഷണി ഉയർത്തുന്ന ജലസംഭരണി പൊളിച്ചു നീക്കണമെന്ന് ആവശ്യം. ജലസംഭരണി തകർച്ചാ ഭീഷണിയിലെന്ന് വെൽഫെയർ പാർട്ടി. സംഭരണി പൊളിച്ചു നീക്കാൻ സത്വര നടപടി ആവശ്യപ്പെട്ട് പ്രദേശത്ത് പ്രതിഷേധ ധർണ. വാർത്തകൾ വിശദമായി. പട്ടാമ്പി പാലം വാഹന ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പാലം തുറന്നുകൊടുക്കാൻ തീരുമാനിച്ചത്. നിയന്ത്രണങ്ങളോടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. രാവിലെ 7 മണിയോടെയാണ് പട്ടാമ്പി പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. JCB ഉപയോഗിച്ച് പാലത്തിലെ കോൺക്രീറ്റ് ബീമുകൾ മാറ്റി. തുടർന്ന് ചെറുവാഹനങ്ങളും ബസ്സും പാലത്തിലൂടെ സഞ്ചാരം ആരംഭിച്ചു. കയറും വീപ്പയും കൊണ്ട് താൽക്കാലിക കൈവരി ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പാലം തുറന്നുകൊടുക്കാൻ തീരുമാനമായത്. വാഹന ഗതാഗതത്തിന് വേണ്ടി തുറന്നുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, യാത്രക്കാരേറെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ രാവിലെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ പാലക്കാട് റിവ്യൂ നടന്നിരുന്നു. ആ റിവ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയങ്ങൾ വളരെ അടിയന്തരമായിട്ട് ചെയ്യണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുകയും DDMAയിൽ ആ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. ഇത് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ്. കാരണം വലിയ ഹെവി ഭാരവാഹനങ്ങൾ, ബസ് ഒഴിച്ച് ബാക്കി ഭാരവാഹനങ്ങൾ പൂർണ്ണമായിട്ട് കൈവരി വരുന്നത് വരയ്ക്ക്, അല്ലെങ്കിൽ ഇനിയൊരു റിവ്യൂ നടക്കുന്ന വരയ്ക്ക് അത് ആലോചിക്കും. അപ്പോൾ ഇപ്പോൾ അടിയന്തരമായിട്ട് ഭാരവാഹനങ്ങൾ എന്തായാലും കടത്തിവിടാൻ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ മറ്റു വാഹനങ്ങളെല്ലാം ഒരു വൺ വേ ആയിട്ട് കടത്തിവിടുക എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. പാലത്തിന് മുകളിൽ ആവശ്യമായ സുരക്ഷയൊരുക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയിൽ പട്ടാമ്പി പാലം മുങ്ങിപ്പോയിരുന്നു. വെള്ളം ഇറങ്ങിയപ്പോഴും പാലത്തിന്റെ കൈവരികൾ ഒഴുകിപ്പോയതിനാൽ വാഹന ഗതാഗതം നിർത്തലാക്കിയിരുന്നു. കാൽനട യാത്രയ്ക്കായി തുറന്ന് 6 ദിവസത്തിനു ശേഷമാണ് ഇപ്പോൾ വാഹനയാത്ര അനുവദിച്ചത്. പാലത്തിലൂടെ വാഹന ഗതാഗതം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടണമെങ്കിൽ പ്രീ പ്രൈമറി മേഖലയിൽ കൂടുതൽ പരിഷ്കാരം ആവശ്യമാണെന്ന് സഹകരണ മന്ത്രി വി.എൻ. വാസവൻ. കുട്ടികളുടെ അടിസ്ഥാന വ്യക്തിത്വ രൂപീകരണ ഘട്ടമാണ് പ്രീ പ്രൈമറി പഠനകാലമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് വെണ്ണക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രീ പ്രൈമറി സ്റ്റാർട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അറിവിലൂടെയുള്ള ആനന്ദം കണ്ടെത്താൻ കുരുന്നു മനസ്സുകൾക്ക് വിദ്യാഭ്യാസ പദ്ധതികൾ പ്രചോദനമാകണമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടണമെങ്കിൽ പ്രീ പ്രൈമറി മേഖലയിൽ പരിഷ്കാരം ആവശ്യമാണ്. പഠനം ഭാരമില്ലാതെയും ആനന്ദമുള്ളതായും അനുഭവിച്ചറിയാൻ കുട്ടികൾക്ക് കഴിയണം. ചോദ്യങ്ങൾ ചോദിച്ചും അന്വേഷിപ്പിച്ചും ഉത്തരം കണ്ടെത്താനുള്ള ശേഷി കുട്ടികൾക്ക് പകർന്നു നൽകണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയോളം പ്രാധാന്യം പ്രീ പ്രൈമറി മേഖലയ്ക്കുമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ശാസ്ത്രബോധം വളർത്തി വിജ്ഞാനത്തിലേക്ക് അവരെ കൈപിടിച്ചു വെക്കാൻ സഹായിക്കുന്ന തരത്തിൽ വിനോദത്തിലൂടെ വിജ്ഞാനം എന്ന ആശയമാണ് യഥാർത്ഥത്തിൽ SSK മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പിഞ്ചുമലകൾ നാളുകളിൽ കളിച്ച് രസിച്ച് ആ കളിയിലും അവരുടെ എല്ലാ വിനോദത്തിലും പുതിയ വിജ്ഞാനം അവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. പ്രീ പ്രൈമറി സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വർണ്ണക്കൂടാരം നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ ഈ ഇടം പദ്ധതി കൗൺസിലർ സലീന ബീവിയും കുഞ്ഞരങ്ങ് കൗൺസിലർ A. കൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ മൻസൂർ, അബ്ദുൽ സുക്കൂർ, DDE P. സുനിജ, DEO ഉഷ മനാട്ട്, DPO MR മഹേഷ് കുമാർ, T. ശൈല, AEO രമേശ് പറപ്പുറത്ത്, P. ജസീന, MR ശിവപ്രസാദ്, Y. സുനിത, അബ്ദുൽ സലീം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്തിരിപ്പാല സ്കൂളിന് സമീപം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ജലസംഭരണി പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പ്രതിഷേധ ധർണ TM ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പാതയ്ക്കരികിൽ സ്കൂളിന് സമീപത്തായിട്ടാണ് ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്.
വാട്ടർ ടാങ്കിന്റെ തൂണുകൾ ദ്രവിച്ച് ഏതു സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. സംസ്ഥാന പാതയിലൂടെ ദിനംപ്രതി നിരവധി യാത്രക്കാരും വിദ്യാർത്ഥികളുമാണ് കടന്നുപോകുന്നത്. വാട്ടർ ടാങ്ക് ഉടൻ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ വലിയ ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കും ജില്ലാ കളക്ടർക്കും വാട്ടർ അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ് എന്നിവർക്കും പരാതി നൽകുമെന്നും പ്രവർത്തകർ പറഞ്ഞു. ദ്രവിച്ചുപോയ ഈ വാട്ടർ ടാങ്ക് പല പ്രാവശ്യമായി അധികാരികളോട് നമ്മൾ ഉണർത്തി. ഇത് തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന നൂറുകണക്കിന് സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ ഓരോ നിമിഷങ്ങൾക്കകം ഒരുപാട് വാഹനങ്ങളും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇവർക്കെല്ലാം ഭീഷണിയായി ഇരിക്കുന്ന ഈ ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്ക് ഇത് ഉടനെ പൊളിച്ചു മാറ്റുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി പത്തിരിപ്പാല യൂണിറ്റ് ഇത്തരത്തിലുള്ള ഒരു സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രതിഷേധ ധർണയിൽ TM ജാഫർ, അനസ് പത്രിപ്പാല, ഷംസുദ്ദീൻ മാങ്കുർശി, CK നാസർ, KM സാദിഖ്, ഷിയാസ്, AM റസാഖ്, CK യൂനുസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സമൂഹത്തോടെ പ്രതിബദ്ധതയുള്ളത് സഹകരണ പ്രസ്ഥാനത്തിന് മാത്രമാണെന്നും മറ്റ് ദേശസാൽകൃത ബാങ്കുകളോട് കിടപിടിക്കുന്ന തരത്തിൽ സഹകരണ ബാങ്കുകൾ ആധുനികവൽക്കരിക്കപ്പെട്ടെന്നും മന്ത്രി VN വാസവൻ. തടുക്കശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷിക ഉൽപ്പന്ന സംഭരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക, രാഷ്ട്രീയ, വ്യാവസായിക, തൊഴിൽ, വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിൽ മേഖലകളിലെല്ലാം ഇടപെട്ടുകൊണ്ട് ജനജീവിതത്തിന്റെ സമസ്ത മേഖലയെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സമാന്തര സാമ്പത്തിക സങ്കേതങ്ങളുടെ സഹകരണ പ്രസ്ഥാനം തന്നെയാണ്. സാമൂഹിക സേവന രംഗത്ത് മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത പ്രസ്ഥാനം കൂടിയാണ് സഹകരണ മേഖലയെന്നും, എന്നാൽ നിലവിൽ സഹകരണ മേഖലയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന രീതിയാണ് നിലനിൽക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. കോങ്ങാട് MLA അഡ്വക്കേറ്റ് K ശാന്തകുമാരി അധ്യക്ഷയായി. ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നൽകുന്ന സൗജന്യ ഔഷധക്കഞ്ഞി കിറ്റിന്റെ വിതരണം പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവനും, കസ്റ്റമർ ഡിസ്കൗണ്ട് കാർഡ് വിതരണം കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഷീബാസുനിലും, ടെമ്പറേച്ചർ കൺട്രോൾ വാനിന്റെ ഉദ്ഘാടനം പാലക്കാട് ജോയിന്റ് രജിസ്ട്രാർ P വിജയലക്ഷ്മിയും, സൗജന്യ ഔഷധ സസ്യത്തൈ വിതരണം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം A പ്രശാന്തും, കണ്ടെയ്നർ മോഡ് വിൽപ്പനശാലയുടെ ഉദ്ഘാടനം കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഫെബിൻ റഹ്മാനും നിർവഹിച്ചു. ബാങ്ക് വെബ്സൈറ്റ് ഉദ്ഘാടനം ഒടുവിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് CR സജീവും നിർവഹിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം A രജനി, അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്ലാനിംഗ് M ഹരിദാസൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ E കാർത്തികേയൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് N നാഗരാജൻ, CPM ലോക്കൽ സെക്രട്ടറി PC ജയരാജ്, കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം CC രമേശ്, ബാങ്ക് പ്രസിഡന്റ് Dr. P ജയദാസൻ, സെക്രട്ടറി MP വിജയകുമാരി, ബാങ്ക് വൈസ് പ്രസിഡന്റ് C കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് കളഞ്ഞുകിട്ടിയ 15 പവൻ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും അടങ്ങുന്ന ബാഗ് ഉടമസ്ഥന് തിരികെ നൽകിയ മങ്കര സ്വദേശി ശില്പയെയും, പ്രായം കുറഞ്ഞ ശലഭ നിരീക്ഷിക അനുശ്രീ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം ശ്രീഹരി എന്നിവരെയും മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ വെച്ച് താൻ സ്വരൂപിച്ച പണക്കുടുക്ക 3ാം ക്ലാസ്സുകാരി അനുശ്രീ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി മന്ത്രിയുടെ കൈവശം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ദേശമംഗലം തലശ്ശേരിയിൽ നിർമ്മിക്കുന്ന മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. നിർമ്മാണോദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ നിർവഹിച്ചു. ലോകത്ത് പ്രയാസമനുഭവിക്കുന്ന മനുഷ്യന് കാരുണ്യത്തിന്റെ ഹസ്തവുമായി ചെല്ലുന്നത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പാരമ്പര്യമാണ്. മുസ്ലിം ലീഗ് നേതാക്കന്മാർ നിലനിർത്തിയിട്ടുള്ള ഒരു സംസ്കാരമാണ്. പാർട്ടിയുടെ മെമ്പർഷിപ്പ് പോലും എടുക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് കാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമാകുക എന്നുള്ളത്. ഈ സന്ദർഭത്തിൽ അവിടെ അവിടെ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും വേണ്ടി ഈ വിശ്വാസങ്ങളുടെ ഈ സുന്ദരമാകുന്ന ഇത് ദിവസത്തിൽ അവർക്കെല്ലാം അനുസ്മരണം ഞങ്ങൾ നടത്തിക്കൊണ്ട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ വിശ്വാസങ്ങൾ സ്മാരക സൗധത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങളാൽ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ശാരീരികമായും സാമ്പത്തികമായും ചെയ്തു തരണമെന്ന് ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. റിട്ടയർഡ് അധ്യാപകനായ TM ഹംസയുടെ പിതാവ് മുഹമ്മദ് ഹാജിയുടെ ഓർമ്മയ്ക്കായാണ് ദേശമംഗലം തലശ്ശേരി സെന്ററിൽ മുസ്ലിം ലീഗിന്റെ ഓഫീസ് നിർമ്മിക്കുന്നതിനായി സൗജന്യമായി സ്ഥലം അനുവദിച്ചത്. കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് SV ഹമീദ് അധ്യക്ഷനായി.
നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പറും നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനറുമായ ഇബ്രാഹിം ദുബായ്, KMCC ചേലക്കര മണ്ഡലം പ്രസിഡന്റ് മുസമ്മിൽ തലശ്ശേരി, സെക്രട്ടറി ഇസ്മായിൽ ദേശമംഗലം, മുസ്ലിം ലീഗ് നേതാക്കളായ മുഹമ്മദ് ഹാജി, KA റസാഖ്, അബൂബക്കർ, സുലൈമാൻ, മണിക്കുട്ടി, KK അലി, സുഹൈൽ, സലീം പള്ളം, അൽത്തോഫ് തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് ദേശമംഗലം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി TMA കാസിം സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ PM ഷംഷാദ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ കല്ലിപ്പാടം തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടന്നു. കുക്കമ്പാറ ധീരജ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ലളിതാ സഹസ്രനാമജപവും ഉണ്ടായി. രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവത് സേവയും നടന്നു. കൂക്കമ്പാറ മന ധീരജ് നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ദർശനത്തിനെത്തിയിരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് C ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PC രാജീവ്, ട്രഷറർ AK മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ K ഉണ്ണികൃഷ്ണൻ, P മണികണ്ഠൻ, PC നിധീഷ്, P ജയൻ, T മുരളീധരൻ, M ശങ്കരനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. പ്രസാദ വിതരണവും നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തീരാനോവായ വയനാട് ദുരന്തത്തിലും ഷിരൂരിൽ കാണാതായ അർജുനു വേണ്ടിയും തന്റെ കർമ്മമേഖലയിലൂടെ അനുശോചനം അറിയിക്കുകയാണ് ഫാഷൻ ഡിസൈനറും വിദ്യാർത്ഥിനിയുമായ എരുമപ്പെട്ടി സ്വദേശി അഞ്ജന. ചിത്രകാരൻ EVS സന്തോഷിന്റെയും കാർത്തികയുടെയും മകളാണ് അഞ്ജന. കോറത്തുണിയിലും ടാർപ്പായയിലും അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെയും അർജുന്റെയും ചിത്രം വരച്ച് ധരിച്ചാണ് ചിത്രകാരി കൂടിയായ അഞ്ജന ദുഃഖത്തിൽ പങ്കുചേർന്നത്. ദുരന്തങ്ങളുണ്ടാക്കുന്ന ആഘാതങ്ങൾ മനസ്സിനെ തളർത്തുന്നതാണെന്നും ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണെന്നും അറിയിച്ചാണ് അഞ്ജന സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്. മാള കാർമൽ കോളേജിലെ അവസാന വർഷ ഫാഷൻ ഡിസൈനിംഗ് വിദ്യാർത്ഥിനിയാണ് അഞ്ജന. ഫാഷൻ രംഗത്തെ നൂതന മാർഗങ്ങൾ വസ്ത്രങ്ങളിൽ പരീക്ഷിച്ചുകൊണ്ടുള്ള നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ അഞ്ജന പങ്കുവയ്ക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി യൂത്ത് കെയറിന്റെ ഭാഗമായി വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിൽ അവശ്യ സാധനങ്ങൾ എത്തിച്ചു. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് TY ഷിഹാബുദ്ദീൻ നിർവഹിച്ചു. TH ഫിറോസ് ബാബുവിന്റെ നേതൃത്വത്തിൽ യാത്ര തിരിച്ച സംഘത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് C വിഷ്ണു, സെക്രട്ടറി TK ആഷിഖ്, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് ആദിത്യൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ മഞ്ഞക്കാട് ഏരിയ കൺവെൻഷൻ നടന്നു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി V ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തങ്ങൾ ഈ കെട്ടുപാടുകളിൽ നിന്നെല്ലാം മാറി സ്വതന്ത്രമായി ജീവിക്കാനും തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കുടുംബത്തെ സംരക്ഷിക്കാനും കഴിയുന്ന വേതനത്തിന്റെ ഉടമകളാക്കി മാറ്റാൻ കഴിഞ്ഞതുകൊണ്ടാണ് 2024 റിട്ടയർ ചെയ്യുന്നൊരു ജീവനക്കാരൻ കരയാതെ ഇന്ന് സർവീസിൽ നിന്ന് പിരിഞ്ഞു വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 32 കൊല്ലക്കാലം നമ്മുടെ കൺവെൻഷനിൽ ഏരിയ പ്രസിഡന്റ് T വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ രക്ഷാധികാരി P വിശ്വനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി PV ആര്യ, ഏരിയ സെക്രട്ടറി MC ശങ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗം P ഗംഗാധരൻ നായർ, ബ്ലോക്ക് ട്രഷറർ MK മോഹൻദാസ്, VC ശങ്കരൻ, P ശശികുമാർ, MV മധു, CV സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ റെയിൽവേ ആശുപത്രിയിൽ പുതിയ കമ്പ്യൂട്ടറൈസ്ഡ് റേഡിയോഗ്രാഫി യൂണിറ്റ് സ്ഥാപിച്ചു. യൂണിറ്റിന്റെ ഉദ്ഘാടനം പാലക്കാട് ഡിവിഷൻ ADRM ജയകൃഷ്ണൻ നിർവഹിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ ACMS ഡോക്ടർ SS രാജൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി പാലം വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. വാഹനങ്ങൾ കടത്തിവിടുന്നത് നിയന്ത്രണങ്ങളോടെ. പാലം തുറന്നുകൊടുക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര ശാക്തീകരണത്തിന് പ്രീ പ്രൈമറി മേഖലയിൽ കൂടുതൽ പരിഷ്കാരം ആവശ്യമാണെന്ന് സഹകരണ മന്ത്രി VN വാസവൻ. കുട്ടികളുടെ അടിസ്ഥാന വ്യക്തിത്വ രൂപീകരണ ഘട്ടമായ പ്രീ പ്രൈമറിക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തുല്യമായ പ്രാധാന്യം നൽകണം. പ്രീ പ്രൈമറി സ്റ്റാർട്സ് പദ്ധതിയിൽ വർണ്ണക്കൂടാരമൊരുക്കി വെണ്ണക്കര സർക്കാർ വിദ്യാലയം. പത്തിരിപ്പാല സ്കൂളിന് സമീപം അപകട ഭീഷണി ഉയർത്തുന്ന ജലസംഭരണി പൊളിച്ചു നീക്കണമെന്ന് ആവശ്യം. ജലസംഭരണി തകർച്ചാ ഭീഷണിയിലെന്ന് വെൽഫെയർ പാർട്ടി. സംഭരണി പൊളിച്ചു നീക്കാൻ സത്വര നടപടി ആവശ്യപ്പെട്ട് പ്രദേശത്ത് പ്രതിഷേധ ധർണ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.